ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഇതൊക്കെയായിരുന്നു. എന്താണ് സൊല്യൂഷൻ, എന്താണ് ഹോമോജീനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബൈനറി സൊല്യൂഷൻ എന്താ, സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണ്, പിന്നെ 9 ടൈപ്പ് സൊല്യൂഷൻസും അതിന്റെ എക്സാമ്പിൾസും. ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആ പ്രിൻസിപ്പിളിന്റെ പേര് ഇതാണ്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. കെമിസ്ട്രിയിൽ മാത്രമല്ല റിയൽ ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അതിന്റെ റിയൽ ലൈഫിലുള്ള മീനിങ് ഇതായിരിക്കും, ഒരുപോലെയുള്ള ആൾക്കാർക്ക് പരസ്പരം ഒരു ഇഷ്ടം ഉണ്ടാകും. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. കെമിസ്ട്രിയിൽ ഈ സൊല്യൂഷൻസിലുള്ള മീനിങ് എന്താണ്? ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ ആയിട്ടുള്ള സോൾവെന്റ്സിന് പോളാർ സൊല്യൂട്ടിനെയാണ് ഇഷ്ടം, നോൺ പോളാർ സോൾവെന്റ്സിന് നോൺ പോളാർ സൊല്യൂട്ടിനെയാണ് ഇഷ്ടം. ഇതാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. പോളാർ ഡിസോൾവ്സ് ഇൻ പോളാർ, നോൺ പോളാർ ഡിസോൾവ്സ് ഇൻ നോൺ പോളാർ. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. വാട്ടർ. വാട്ടർ ഒരു പോളാർ മോളിക്യൂൾ ആണ്. H2O ല് H+ഉം OH- ആയിട്ട് നിൽക്കാനാണ് അതിന് ഇഷ്ടം. ഒരു പൊളാരിറ്റി ഉണ്ട്, ബിക്കോസ് ഓക്സിജൻ ഈസ് ആൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. വാട്ടറിന്റെ കാര്യം തീരുമാനമായി, അവൻ പോളാർ ആണ്. അപ്പൊ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും അതിന്റെ സ്വഭാവം? അതും പോളാർ ആയിരിക്കണം. ഉപ്പ് NaCl. NaCl ഒരു പൊളാരിറ്റി ഉണ്ട്, Na+Cl-. NaCl അതിലേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഒരുമിച്ച് നിൽക്കും. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, Na+ഉം Cl-. പൊളാരിറ്റി ഉണ്ട്. സോ NaCl-ഉം പോളാർ ആണ്, വളരെ കൂൾ ആയിട്ട് ഡിസോൾവ് ചെയ്യും. പോളാർ ഡിസോൾവ്സ് ഇൻ പോളാർ. ഇനി മറ്റൊരു എക്സാമ്പിൾ, നോൺ പോളാർ ഡിസോൾവ്സ് ഇൻ നോൺ പോളാറിന്റെ എക്സാമ്പിൾ. ഞാൻ ഈ എഴുതിയ സാധനം എന്റെ കൈ കൊണ്ട് വരച്ചു. എന്റെ കയ്യിൽ മാർക്കറിന്റെ ഇങ്ക് ആയിട്ടുണ്ട്. ഈ മാർക്കർ ഇങ്ക് ഞാൻ വെള്ളത്തിനെ കൊണ്ട് കഴുകി. മാർക്കർ ഇങ്ക് പോവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ഈ മാർക്കർ ഇങ്ക് പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ചെയ്ത് പോകും. അതെന്താ കാര്യം? ഈ ഇങ്ക് എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, നോൺ പോളാർ കോമ്പൗണ്ട്സ് ആണ് ഇങ്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളം പോളാർ ആണെന്ന് പറഞ്ഞു, നോൺ പോളാർ ആയിട്ടുള്ള ഇങ്ക് പോളാർ ആയിട്ടുള്ള വെള്ളത്തിൽ പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ചെയ്യോ? ഇല്ല. പക്ഷേ ഞാനെടുത്ത ഓയിൽ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ കെറസിൻ ആയാലും അതൊക്കെ നോൺ പോളാർ ആണ്. നോൺ പോളാർ ഡിസോൾവ്സ് ഇൻ നോൺ പോളാർ. ഈ പെയിന്റിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കയ്യിലൊക്കെ പെയിന്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഈ പെയിന്റ് എങ്ങനെയാണ് കഴുകുക? വെള്ളത്തിൽ കഴുകിയാൽ പോവോ? ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കഴുകുക, മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് കഴുകുക. കാരണം പെയിന്റും നോൺ പോളാർ ആണ്, കഴുകാൻ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയും നോൺ പോളാർ ആണ്. സോ നോൺ പോളാർ ഡിസോൾവ്സ് ഇൻ നോൺ പോളാർ, പോളാർ ഡിസോൾവ്സ് ഇൻ പോളാർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ പ്രിൻസിപ്പിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Effect of temperature on the solubility of a solid in liquid. Solid in liquid. For example പറയാൻ പറ്റുമോ? വെള്ളത്തിൽ പഞ്ചസാര എടുക്കും, solid in liquid. ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബീക്കർ കാണുന്നുണ്ടോ? ഈ ഭാഗത്ത് കോൾഡ് വാട്ടർ ഉണ്ട്, ഈ ഭാഗത്ത് ഹോട്ട് വാട്ടർ ഉണ്ട്. ഇതിൽ ഏതിലാണ് പഞ്ചസാര നന്നായിട്ട് ഡിസോൾവ് ചെയ്യുക? എല്ലാവർക്കും അറിയാം, ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് ഡിസോൾവ് ആകുന്നത്. സോ ഹോട്ട് വാട്ടർ ഇസ് ദ ആൻസർ. ഹോട്ട് വാട്ടറിലാണ് പഞ്ചസാര പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുക. അതിന് കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ്. വൈ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ്. വൈ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ്. സാധാരണ അല്ലെങ്കിൽ മെജോറിറ്റി സോളിഡും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഒരാൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ് നമുക്ക് ഡിസൊല്യൂഷൻ എന്ന് വിളിക്കാം.
ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത്. അതായത് പ്രോസസ് ഓഫ് ഡിസൊല്യൂഷൻ ഇസ് ആൻ എൻഡോതെർമിക് പ്രോസസ്. ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് എൻഡോതെർമിക് ആണ്, ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്നതാണ്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ Le Chatelier പ്രിൻസിപ്പിൾ ദാറ്റ്, കഴിഞ്ഞ വർഷത്തെ Le Chatelier പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൻഡോതെർമിക് റിയാക്ഷൻ ഈസ് ഫേവേർഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇനി നമുക്ക് ഉത്തരം എഴുതി നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്, why is it said that as temperature increases solubility of a solid in liquid increases? ഉത്തരം ഇതാണ്, the process of dissolution of a solid in liquid is an endothermic process. According to Le Chatelier principle, endothermic process is favored at high temperature. That's why as temperature increases, solubility of a solid in liquid increases. Okay, clear ആണല്ലോ? Effect of temperature on the solubility of a gas in liquid. ഒരു ഗ്യാസ് ആണ് ലിക്വിഡിൽ സൊല്യൂബിൾ ആകുന്നത്, അതിന്റെ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു സാധനം ഞാൻ വരച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താ വരച്ചത് എന്നുള്ളത്. ഇതൊരു ബോട്ടിലാണ് ഉദ്ദേശിച്ചത്. ആ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ബോട്ടിലുണ്ട്, ആ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സാധനം എന്താണെന്നറിയോ, അതൊരു ബലൂൺ വരച്ച്, ആ ബലൂണിൽ ഒരു ഗ്യാസ് ഉണ്ട്, സപ്പോസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിക്കോട്ടെ. ആ ബലൂണിന്റെ ഉള്ളിൽ ഞാൻ എടുത്ത ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇനി ഞാൻ ഈ ബലൂൺ പ്രസ് ചെയ്തുകൊണ്ട് ആ ബലൂൺ ഇങ്ങനെ ആ ഒരു കുപ്പിയുടെ അടപ്പിന് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടാണ്. ഇനി ബലൂൺ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പോവാണ്. ബലൂൺ പ്രസ് ചെയ്തിട്ട് ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ഞാൻ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു മെത്തേഡ് അല്ലേ സോഡയുടെ പ്രിൻസിപ്പിൾ വരിക. പ്രഷർ ഉപയോഗിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു, അതാണ് സോഡ. ഈ ഒരു പ്രോസസ് ഐ ആം ഡിസോൾവിങ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇത് ലോ ടെമ്പറേച്ചറിലാണോ നടക്കുക അതോ ഹൈ ടെമ്പറേച്ചറിലാണോ ഫേവറബിൾ ആകുന്നത് നമുക്ക് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ ഇവിടെയും ടെമ്പറേച്ചറിന്റെ എഫക്ട് ഓൺ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്, ഇതും നമ്മൾ Le Chatelier പ്രിൻസിപ്പിൾ കൊണ്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്, സൊല്യൂഷനിലേക്ക് പോവുകയാണ്. വളരെ ഫ്രീ ആയിട്ട് എനർജറ്റിക് ആയിട്ട് നടന്ന ഗ്യാസ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് കൺഫൈൻ ചെയ്യാൻ പോവുകയാണ്, ഒതുങ്ങി കൂടാൻ പോവുകയാണ്. അവര് സൊല്യൂഷന്റെ ഉള്ളിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ ഫ്രീഡം ഒന്നുമില്ല. ഗ്യാസ് ആകുമ്പോൾ അവർക്ക് നല്ല ഫ്രീഡം മൂവ് ചെയ്യാനുള്ളത്, എനർജി ഉണ്ട്. പക്ഷെ അത് ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ എനർജി കുറയുന്നു. എനർജി കുറയുന്നു എന്ന് പറയുമ്പോൾ എനർജി ഇല്ലാതായോ? എനർജി ക്യാൻ നെയ്തർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീഡം ഉള്ള എനർജിയുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ എനർജി എവിടെ പോകുന്നു? ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് എനർജി ഈസ് റിലീസ്ഡ്. വളരെ സിമ്പിൾ ആണ്. എനർജി റിലീസ് ചെയ്താൽ മാത്രമേ ഗ്യാസ് മോളിക്യൂൾസിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പോയിന്റ് മാത്രമാണ്, process of dissolution of a gas in liquid is exothermic. Exothermic ആണ്. ഇനി Le Chatelier പ്രിൻസിപ്പിൾ വരട്ടെ. According to Le Chatelier principle, an exothermic reaction is favored at low temperature. അപ്പോൾ ഉത്തരമായല്ലോ, effect of temperature on solubility of a gas in liquid. Solubility of a gas in liquid is favored at low temperature. റീസൺ എങ്ങനെയാ പറയാ? The process of dissolution of a gas in liquid is exothermic. An exothermic reaction is favored at low temperature. So dissolving will take place easier at a lower temperature. Okay? ഇപ്പോൾ പഠിച്ച ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഒന്ന് നോക്കിയാലോ. Dissolving solid in liquid is endothermic process favored at high temperature. Dissolving gas in liquid is exothermic process favored at low temperature. Okay, thank you.